മുന്നും പിന്നും നോക്കാതെ ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയാണ്. തന്റെ ശരീരത്തിൽ പോലീസ് നരനായാട്ടം നടത്തിയതിന്റെ 13-ാം ദിവസം കയ്യിൽ ഒരു വീഡിയോയും ഒരു ഫോട്ടോയുമായി വന്നുകൊണ്ട് ഷാഫി കണക്ക് തീർക്കുന്ന എണ്ണി പറയുന്ന രംഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. പേരാമ്പ്രയിൽ ആ രാത്രി എന്ത് സംഭവിച്ചു എന്നും താൻ അവിടെ എന്താണ് ചെയ്തത് എന്നും കാണിക്കുന്ന ഒരു വീഡിയോ ഷാഫി ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ പോലീസ് ചെയ്തത് എന്താണ് എന്ന് കൃത്യം തെളിവുകൾ വിട്ടുകൊണ്ട് കൊടുങ്കാറ്റായി മാറുന്ന ഷാഫി പറമ്പിലിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. അടുത്ത് നിങ്ങൾ ഗ്രനേഡിന്റെ കാര്യം പറയുന്നു. നിങ്ങൾ നോക്കുക, DYSP ഹരിപ്രസാദ് അതിന്റെ വിഷ്വൽ നിങ്ങൾക്ക് അയച്ചിരുന്നു. DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ ആ ഗ്രനേഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ്, അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി. ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങൾ കാണുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാ ഒരു കയ്യിൽ ഗ്രനേഡ്, ഒരു കയ്യിൽ ലാത്തി. DYSPയുടെ കയ്യിലുള്ള ലാത്തി മറ്റേ ചൂരൽ ലാത്തിയായിരുന്നു. തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം. ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോലീസ് അറ്റാക്കാണ് ഞങ്ങൾക്കെതിരെ നടന്നത് എന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇന്ന് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ആരാണ് വ്യക്തിപരമായി ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ശബരിമല വിഷയം തന്നെയാണ്. ഗവൺമെന്റിന് നിൽക്കക്കള്ളിയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊള്ളയ്ക്കാണ് ദേവസ്വം ബോർഡുകളുടെ അറിവോടെ, ദേവസ്വം അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും അനുമതിയോടെ അവിടുത്തെ ഉദ്യോഗസ്ഥരും കുറെ തട്ടിപ്പുകാരും ചേർന്ന് നടത്തിയത് എന്നുള്ളതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വത്തിനും അതിന്റെ ഗൂഢാലോചനയിലും പങ്കാളിത്തം വരെ അന്വേഷിക്കണമെന്നുള്ള തരത്തിലുള്ള പ്രതികരണം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുകയാണ്. ഇനി ആ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്താൻ ഈ ഗവൺമെന്റ് മടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദേവസ്വം ബോർഡ് കൊണ്ട് ഇതിന്റെ പങ്കാളിത്തം അവസാനിക്കുന്നില്ല. മുൻ മന്ത്രിമാർ, ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് കോടതി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ട് പോലും ഇപ്പോഴും ആ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ, അവരോട് രാജി ആവശ്യപ്പെടാൻ, പിരിച്ചുവിടാൻ സാങ്കേതികമായിട്ട് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ അവരോട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, രാജി ആവശ്യപ്പെടാൻ ഗവൺമെന്റ് മടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലും ഇതിന്റെ ഗൂഢാലോചന നിൽക്കുന്നില്ല എന്നുള്ള ഭയം തന്നെയാണ്. അപ്പൊ കട്ടവന്മാർ ദേവസ്വം ബോർഡിലുണ്ട്, കട്ടവന്മാർ സർക്കാരിലുമുണ്ട്. കൊള്ളയിൽ പങ്കുപറ്റിയവരുടെ സർക്കാരാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതിന്റെ പ്രസിഡന്റും തുടരുന്നത്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ കാണുന്നത് പൊന്നയ്യപ്പനെയാണെങ്കിൽ ഈ ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡും കാണുമ്പോൾ അതിന്റെ പൊന്നു മാത്രമാണ് ഇവർ കണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഉണ്ടായ ഓരോ ഇൻസിഡന്റും നമ്മളോട് പറയാം. ഏറ്റവും ഒടുവിൽ തിരുവാഭരണ കമ്മീഷണർ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ഇത്തരത്തിൽ ഈ പറയുന്ന ജോലി ചെയ്യാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയും ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് 7 ദിവസത്തിനകം അവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവിടുന്നതിന്റെ കാരണം ഇത് പുറത്തു വരുമെന്ന് അറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകൾ മറച്ചു വെക്കാനുള്ള അവസാന ശ്രമം നടത്താനായിരുന്നു എന്നുള്ളതാണ്. കോടതിയുടെ ഇടപെടലോടെ അതും കൂടിയാണ് പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഓർഗനൈസ് ചെയ്ത, എന്നുവെച്ചാൽ അയ്യപ്പന്റെ പൊന്നുരുക്കി ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾ അവർ നടത്തുന്ന തട്ടിപ്പിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതിന്റെ മേലെയുള്ള സർക്കാർ കൂട്ടുനിന്നതിന്റെ കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇത് കേരളത്തിലെ വിശ്വാസിയും അവിശ്വാസിയും ക്ഷമിക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസിക്കും ക്ഷമിക്കാൻ കഴിയാത്ത പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഗവൺമെന്റ് തുടരുന്നത്. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഓരോ ഇൻസിഡൻസും ഉണ്ടാക്കുന്നത്. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഒരു പ്രൊവോക്കേഷനും ഇല്ലാത്ത തലത്ത് വലിയ തോതിലുള്ള പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ സമരത്തിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടല്ല. എനിക്ക് എൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് എനിക്ക് ഏതാണ്ട് 21 വർഷത്തെ KSU പ്രവർത്തനം നടത്തി, 22 വർഷത്തിലധികം KSU പ്രവർത്തനം നടത്തിയിട്ട് ഒരാളാണ്. അന്നു മുതൽ ഇന്ന് വരെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ചിലപ്പം ജയിലിൽ പോയിട്ടുണ്ട്, ചിലപ്പോൾ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്.
എൻ്റെ തല ഞാൻ MLA ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു സമരത്തിൽ എൻ്റെ തല ഈ പിണറായി വിജയൻ്റെ പോലീസിനെ തല്ലിപ്പൊളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ അപ്പോൾ എനിക്ക് മർദ്ദനമേറ്റത് അതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം, അതല്ല. ഇതിൻ്റെ റീസണാണ്, ഇതിൻ്റെ ഞങ്ങളെ അങ്ങനെ ഒരു മർദ്ദനത്തിന് അവരെ പ്രൊവോക്ക് ചെയ്തതിൻ്റെ റീസണിലേക്ക് തന്നെയാണ്, അതിൻ്റെ പൊളിറ്റിക്കൽ റീസണിലേക്ക് തന്നെയാണ് ഞങ്ങൾ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് മർദ്ദനമേറ്റതിൻ്റെ കാര്യം വെച്ച് ഇത് ഒരു സഹപ്രവർത്തകന് ആ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടതാണ്. പേരാമ്പ്ര മാർക്കറ്റിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ട് നിയാസ് വന്ന ഒരാളെ ഒരു തരത്തിലുള്ള വാർണിങ്ങും ഒരു തരത്തിലുള്ള സൈറണോ ഒരു തരത്തിലുള്ള ഇൻഫോർമേഷനും ഇല്ലാതെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് എറിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച പരിക്കിന്റെ ആഘാതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പോലീസ് അവിടെ പറയുന്നതും CPM പ്രചരണം നടത്തുന്നതും ഞങ്ങൾ പേരാമ്പ്രയിൽ, ഞാനും DC പ്രസിഡന്റും പേരാമ്പ്രയിൽ പോയിരുന്നത് സംഘർഷം ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ അയക്കുന്നുണ്ട്, ആ വീഡിയോ നിങ്ങൾ ഒന്നെടുത്ത് നോക്ക്. ഞങ്ങൾ രണ്ടാൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് ആദ്യം പറയുന്നത് ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിനും അല്ലെങ്കിൽ നാടിന്റെ താല്പര്യത്തിനും വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾ പോലീസിൽ നിന്ന് അകന്നു നിൽക്കണം, അവിടെ സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് അവിടെ ചെന്നെന്ന് പറഞ്ഞതാണ്. ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയവരല്ല. ഞങ്ങൾ രാവിലെ വടകരയിലെ കൺവെൻഷൻ കഴിഞ്ഞ്, ഞങ്ങൾ നാദാപുരത്തെ കൺവെൻഷൻ കഴിഞ്ഞ്, കൊയിലാണ്ടിയിലെ കൺവെൻഷൻ കഴിഞ്ഞ്, ശബരിമല ജാഥയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗം പേരാമ്പ്രയിലെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തതിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിന്റെ തലേ ദിവസം മുതൽ അവിടെ ഉണ്ടാവുന്ന പോലീസ് അട്രോസിറ്റീസിന്റെ കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഞാൻ അവിടെ വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത്. ഞാൻ അവിടെ ചെല്ലാത്ത തലേ ദിവസം പോലീസ് അവിടെ നടത്തിയ കാര്യങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താൽ 6 റൗണ്ട് ടിയർ ഗ്യാസും ഗ്രനേഡും അവിടെ പോലീസ് ഉപയോഗിച്ചത്. അവിടെ ഒരു കോളേജ് ഇലക്ഷൻ ജയിച്ചിട്ട് 25 വോട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച 3 തവണയാണ് കോളേജിനകത്ത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത് എണ്ണിക്കുന്നത്. എന്ന് വെച്ചാൽ ജയിച്ചതിന്റെ ഒരു പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുത് എന്നുള്ള പിടിവാശി. ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചില്ല. പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്ത് പിറ്റേ ദിവസം പെർമിഷൻ നടത്താൻ പ്രകടനം നടത്താൻ സമ്മതിക്കുന്നില്ല. അവിടെ അന്നും CPM പ്രകടനം നടത്തുന്നു, പിറ്റേ ദിവസം പ്രകടനം നടത്തുന്നിട്ട് FIR എഴുതി വെച്ചിരിക്കുകയാണ് 500ഓളം LDF പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയി. UDF പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാവുന്നു, പിന്നെ നടയാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവുന്നു, അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു, ജനങ്ങൾക്ക്. ഇത് തൊട്ട് മുമ്പ് അവരുടെ പ്രകടനത്തിന് ഇതൊന്നും ബാധകമല്ല. FIR-ൽ പോലും വല്ല പാർട്ടി സ്റ്റേറ്റ്മെന്റ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന പോലെയല്ലേ പോലീസ് അവിടെ കാര്യങ്ങൾ ചേർത്തത്. ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയതല്ല, പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇനി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ മർദ്ദനം എനിക്കേറ്റിട്ട് എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര മൃഗീയമായ ആക്രമണം ഏറ്റിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചോ? ഞാൻ ആ മർദ്ദനമേറ്റ ഉടനെ ആശുപത്രിയിലേക്ക് ഓടിപ്പോവാത്ത എന്തെന്ന് ചോദിച്ചു. എനിക്ക് മൂക്കിന്റെ പാലാപ്പ് പൊട്ടിയെന്നൊന്നും അറിയില്ല, ചോര വരുന്നത് ഞാൻ അനുഭവിച്ചു, എനിക്ക് അറിയുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സീനിൽ നിന്ന് ഓടിപ്പോയാൽ അവിടെ പിന്നെ ഉണ്ടാവും പോകുന്ന എല്ലാ സംഘർഷങ്ങളും അവിടെ അപകടം സൃഷ്ടിക്കുന്നത് കൊണ്ട് അവിടെ പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം, ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു, ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടാൾ അവിടെ നിന്ന് പോരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇതുപോലൊരാൾക്ക് പരിക്ക് പറ്റിയിട്ടും പോലീസിന്റെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും ഉണ്ടായിട്ടുള്ള ഒരു പരിക്കല്ലാതെ ഒരു പോലീസുകാരന് പോലും അവിടെ അഡീഷണൽ ആയിട്ട് പരിക്കേറ്റോ? ഇന്നലെയൊക്കെ ചില പോലീസുകാരുടെ വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പ്രകോപനമായിരുന്നു നമ്മുടെ ഉദ്ദേശം എന്തെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ അവിടെ ഉണ്ടായോ? അപ്പൊ അവിടെ ആ നാടിന്റെ പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയതെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അന്ന് ഒരു മാധ്യമ പ്രവർത്തകനോട് SP വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ല, അല്ലെ? ഒരു മാധ്യമ പ്രവർത്തകനോട് SP വിളിച്ചിട്ട് പറഞ്ഞു ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ല. അപ്പത്തേക്കും വ്യാജ പ്രചരണങ്ങൾ ആരംഭിക്കുക. ആ വ്യാജ പ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അവിടെ ലാത്തി ചാർജ് നടന്നൊന്നും അറിയാഞ്ഞിട്ടൊന്നുമില്ല. ബോധപൂർവം ഈ ചർച്ചകളെല്ലാം വേറൊരു തരത്തിൽ വഴിതിരിച്ചു വിടാനുള്ള ഇവരുടെ അജണ്ടയായിരുന്നു. എന്നിട്ട് എന്തോ ഭാഗ്യത്തിനാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വല് പുറത്തു വന്നത്. അതുവരെ മർദ്ദനം ഏറ്റിട്ടില്ല, അത് മഷിയാണ്, പെയിന്റാണ്, കുപ്പിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവർ
പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു. അതുവരെ അങ്ങനെ ഒരു സീനേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ റൂറൽ എസ് പിക്ക് ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു. പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ സൈറൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ നാട്ടിലൊരു റൂറൽ എസ് പി പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇതിനെ വേറൊരു രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ റീസൺ എന്താ? റീസൺ ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കണം, മറ്റേത് ചർച്ചയാവരുത് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു AI ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ പ്രതിയെ കണ്ടെത്തുമെന്നുള്ളത്. എന്ത് AI ടൂൾ സർക്കാരിന്റെ പണി മുടക്കിയോ? എന്താ ഇതുവരെ അടിച്ച ആളെ കണ്ടെത്താത്തത്? എന്താ നടപടി എടുക്കാത്തത്? റൂറൽ എസ് പിയുടെ ആ സ്റ്റേറ്റ്മെന്റിന് ആരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് പോലീസ് മുന്നോട്ട് പോകാതിരുന്നത്? ഞാൻ നിങ്ങളുടെ വാർത്തകൾ കണ്ടു. ആ അന്വേഷണം അവസാനിപ്പിച്ചു. എന്താ മരവിപ്പിക്കാൻ കാരണം? എന്തിനു വേണ്ടിയാ അന്വേഷണം മരവിപ്പിച്ചത്? അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആണ്. AI ടൂൾ ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടെത്തുമെന്ന് റൂറൽ എസ് പി പറഞ്ഞതിന്റെ തൊട്ട പുറകെ അത് കണ്ടെത്തരുത്, അത് പുറത്തുവിടരുതെന്നുള്ള CPM-ന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഗവൺമെന്റിൽ ഇരിക്കുന്നവർ കൊടുക്കുന്നതിന്റെ പേരിലല്ലാതെ AI ടൂൾ പണി മുടക്കിയതാണെങ്കിൽ ഇവർ പറയണം. ഞാൻ ICUയിൽ നിന്ന് മാറ്റി റൂമിലേക്ക് വന്ന സമയത്ത് പോലീസ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 മണിക്ക് കാണാമെന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ആളോട്. അപ്പൊ ഡോക്ടർ വന്നിട്ട് എന്തോ രാവിലത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടായിരുന്നു, കാണാന്ന് പറഞ്ഞു. ഇതുവരെ പോലീസിന്റെ അടുത്ത് വന്നിട്ടില്ല, ഇതുവരെ മൊഴി എടുത്തിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല, ഇതുവരെ ഒരു കേസ് എടുത്തതായിട്ടുള്ള അറിയിപ്പ്, രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല. അതൊക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച റൂറൽ എസ് പിയുടെ വീഡിയോ പുറത്തു വന്ന ശേഷം പിന്നെ ആരുടെ ഇടപെടലാണ് ഇത് ചെയ്യരുതെന്നുള്ള നിർദ്ദേശം ആരാണ് കൊടുത്തത്? എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമമല്ല, ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ്. അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഒരു കാര്യം, ഈ വിഷ്വൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. ഈ വിഷ്വലില് നിങ്ങൾ നോക്കുക. ആദ്യം എൻ്റെ തലയിൽ അടിക്കുന്നു, അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എൻ്റെ മൂക്കിലും അടിക്കുന്നു. അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി 3-ാമത്തെ തവണയും ഡയറക്ഷൻ എന്നെ നോക്കി ആ ലാത്തി വീശാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആ വിഷ്വൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എൻ്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത മിനിറ്റില്, തൊട്ടടുത്ത സെക്കൻഡില് എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെൻ്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അയാളുടെ ഡയറക്ഷൻ മാറി, അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എൻ്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ 3-ാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അത് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയുക. 3-ാമതും അടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അറിയാതെ പറ്റിപ്പോയതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സംഘർഷത്തിനിടക്കുണ്ടായതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ സീനിൽ ഇത് നടക്കുമ്പോൾ എവിടെ അവിടെ ടിയർ ഗ്യാസ് പൊട്ടിയിട്ടുള്ളത്? ഈ സീൻ നടക്കുമ്പോൾ എവിടെ അവിടെ ഗ്രനേഡ് പൊട്ടിയിട്ടുള്ളത്? എവിടെ അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതാ തലയിൽ അടി കൊള്ളുന്നു, അതിന്റെ ശേഷം നേരെ മൂക്കിലേക്ക് അടിക്കുന്നു. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഈ അടിക്കുന്ന ആളുടെ ഡയറക്ഷൻ നേരെ എന്നെ ലാക്കാക്കി പിന്നെ അടുത്തതും വരിക. എന്നിട്ട് അറിയാതെ ഒരു തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ സംഭവിച്ച അവിടെ എന്തെങ്കിലും വലിയ സീൻ നിങ്ങൾ കാണുന്നുണ്ടോ? വലിയൊരു ലാത്തി ചാർജിനുള്ള എന്തെങ്കിലും ഒരു കല്ലേറ് പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പോലീസുകാരന്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവരവരുടെ കയ്യിലിരുന്ന് പൊട്ടിയതും കൊണ്ടുണ്ടായ പരിക്കല്ലാതെ ഏതെങ്കിലും ഒരു പോലീസുകാരന് UDF-ന്റെ പ്രവർത്തകരുടെയോ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ പേരിൽ സീരിയസ് ആയ എന്തെങ്കിലും ഒരു പരിക്ക് അവിടെ പറ്റിയിട്ടുണ്ടോ?